നമസ്കാരം. അയർലൻഡിലേക്ക് ഒരു നേഴ്സായി വരാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേർ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. പൊതുവെ ഇപ്പോഴത്തെ അവസ്ഥ അവർക്കൊക്കെ അനുകൂലമായിട്ടുള്ളതാണ്. അതിൻ്റെ പ്രതിഫലനങ്ങളൊക്കെ ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുമുണ്ട്. റിക്രൂട്ട്മെൻറ്റ് ഫ്രീസ് മാറിയതായി പ്രഖ്യാപിക്കുന്നു. ഒപ്പം തന്നെ ആയിരക്കണക്കിന് ആളുകളെ HSCയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്തുകൊണ്ടും നിങ്ങൾ ഒരു നേഴ്സാണെങ്കിൽ നിങ്ങൾക്ക് അയർലൻഡിലെ NMBI രജിസ്ട്രേഷനും എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കാത്ത് ഒരുപാട് അവസരങ്ങളാണ് ഇപ്പോൾ വരാനിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ചില വീഡിയോകൾ ഞങ്ങൾ നേരത്തെ ചെയ്തിരുന്നു. അതിൽ പലരും ഞങ്ങളോട് ചോദിച്ചത് ഇവിടെ മെഡിക്കൽ സർജിക്കൽ വാർഡിൽ മാത്രമേ വേക്കൻസികൾ വരാറുള്ളൂ എന്നാണ്. അങ്ങനെയല്ല, ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും വേക്കൻസികൾ വരാറുണ്ട്. വരുന്ന മുറയ്ക്ക് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുമുണ്ട്. ഇന്നത്തെ വീഡിയോയും അതുതന്നെയാണ്. പലരും ചോദിച്ച ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. കാർഡിയാക് കാത്ത് ലാബ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള നേഴ്സസിനെയാണ് നോക്കുന്നത്. ഈ വീഡിയോയുടെ വിശദവിവരങ്ങളിലേക്ക് പോകും മുമ്പ് ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് എനേബിൾ ദ ബെൽ ബട്ടൺ. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയുടെ വിശദ വിവരങ്ങളിലേക്ക് പോകാം. KCR International Healthcare Recruitments are seeking experienced staff nurses with cardiac കാത്ത് ലാബ് എക്സ്പീരിയൻസ് ഫോർ ഡബ്ലിൻ ടീച്ചിങ് ഹോസ്പിറ്റൽസ്. അയർലൻഡിലെ ഡബ്ലിനിലുള്ള ടീച്ചിങ് ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ടാണ് കാർഡിയാക് കാത്ത് ലാബ് എക്സ്പീരിയൻസ്ഡ് നഴ്സസിനെ നോക്കുന്നത്. ഇതിൻ്റെ എലിജിബിലിറ്റി ആൻഡ് എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മസ്റ്റ് ബി എലിജിബിൾ ടു രജിസ്റ്റർ വിത്ത് നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് ഓഫ് അയർലൻഡ്, അതായത് NMBI രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. എ മിനിമം ഓഫ് 4 year അക്യൂട്ട് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. കാർഡിയാക് കാത്ത് ലാബ് എക്സ്പീരിയൻസ് എസെൻഷ്യൽ. Must have passed OET or IELTS exam. Must have a nursing degree. ഇത് ഇത്രയുമാണ് ഇതിൻ്റെ എലിജിബിലിറ്റി ആയി അവർ പറയുന്നത്. അടുത്തത് സാലറി ആൻഡ് ബെനിഫിറ്റ്സ് ആണ്. നമുക്കെല്ലാം അറിയാം, ഇപ്പോൾ നല്ല സാലറിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ വേക്കൻസി തൊട്ട് കഴിഞ്ഞ പറഞ്ഞ വേക്കൻസികളിൽ നിന്നും കുറച്ചുകൂടി സാലറി ഇൻക്രീസ് ആയിട്ടുണ്ട്. സാലറി ഫ്രം 35,419 to 53,318 euro per year ആയി അവർ നൽകുന്നതാണ്. അത് നിങ്ങളുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തായിരിക്കും. അതുപോലെ തന്നെ ഷിഫ്റ്റ് ഡിഫറൻസ് അനുസരിച്ച് സാലറിയിൽ വ്യത്യാസമുണ്ടായിരിക്കും. അത് കുറയുകയല്ല, കൂടുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഫുൾ ടൈം പോസ്റ്റാണ്. നിങ്ങളുടെ ഒരാഴ്ചയിലെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് 37.5 hours ആണ്. അതുപോലെ തന്നെ 24 days ആനുവൽ ലീവ്, 10 പബ്ലിക് ഹോളിഡേയ്സ് നിങ്ങൾക്ക് ഒരു വർഷത്തിൽ കിട്ടും. പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. റീലൊക്കേഷൻ അലവൻസായി 4,710 euro അവർ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ NMBI വിസ, OET അല്ലെങ്കിൽ IELTS ഫീസ് റീഎംബേഴ്സ്ഡ് ചെയ്ത് തരുന്നതുമായിരിക്കും. ഇത് ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിട്ടാണ് നടത്തുന്നത്. 8 July 2024, അതായത് അടുത്ത മാസം 8 തീയതി 2024. ഈ ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത്. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID വഴിയോ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന റെഫറൻസ് നമ്പർ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ ചേർക്കേണ്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരുപാട് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ അയർലൻഡിലേക്ക് വരാൻ കാത്തിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ളവർ, ഈ വാർഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർ, അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.